ഓൺലൈൻ നഴ്സിംഗ് എഡ്യൂക്കേഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫൗണ്ടേഷൻസ് ഓഫ് നഴ്സിംഗിൻ്റെ 15ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ഫോർ ഓൾ എന്ന ബെല്ലൈക്കൺ അമർത്തുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. Question number 146. First step of nursing process is dash. Option A, assessment. Option B, diagnosis. Option C, planning. And option D, implementation. Nursing process എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് പ്രൊവൈഡിങ് നഴ്സിംഗ് കെയർ ആണ്. നഴ്സിംഗ് പ്രോസസ്സിലൂടെ നഴ്സിംഗ് കെയറിന് ഒരു ഫ്രെയിംവർക്ക് ലഭിക്കുന്നു. ഫ്രെയിംവർക്ക് എന്ന് വെച്ചാൽ ഒരു ചട്ടക്കൂട്, എങ്ങനെയാണ് നമ്മളൊരു നഴ്സിംഗ് കെയർ ഡെലിവറി ചെയ്യേണ്ടതെന്നുള്ളത്. ഈ നഴ്സിംഗ് പ്രോസസ്സിന് പല സ്റ്റെപ്പുകളുണ്ട്. പ്രധാനമായിട്ടും 5 സ്റ്റെപ്പായിട്ടാണ് നഴ്സിംഗ് പ്രോസസ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ചില സമയത്ത് എത്ര സ്റ്റെപ്പുകളാണ് നഴ്സിംഗ് പ്രോസസ്സിനുള്ളത് എന്നുള്ള ചോദ്യം നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, 5 steps ഓഫ് നഴ്സിംഗ് പ്രോസസ്. ഫസ്റ്റ് വൺ അസസ്മെൻറ്റ്, സെക്കൻഡ് വൺ ഡയഗ്നോസിസ്, തേർഡ് വൺ പ്ലാനിങ്, ആൻഡ് ഫോർത്ത് വൺ ഇംപ്ലിമെൻറ്റേഷൻ, ആൻഡ് ഫൈനൽ ഫിഫ്ത്ത് വൺ ഇവാലുവേഷൻ. ഇങ്ങനെ 5 സ്റ്റെപ്പായിട്ടാണ് കിടക്കുക. അസസ്മെൻറ്റിൽ നമ്മൾ പേഷ്യൻറ്റിൻ്റെ സബ്ജക്റ്റീവായിട്ടുള്ള ഹിസ്റ്ററി കളക്ട് ചെയ്യും, ഒബ്ജക്റ്റീവായിട്ടുള്ള ഡേറ്റ ജനറേറ്റ് ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നഴ്സിംഗ് ഡയഗ്നോസിസ് ഫോം ചെയ്യും. അതൊരു 3 പാർട്ട് നഴ്സിംഗ് ഡയഗ്നോസിസ് ആകാം, അല്ലെങ്കിൽ ഒരു 2 പാർട്ട് നഴ്സിംഗ് ഡയഗ്നോസിസ് ആകാം. അതിനുശേഷം നമ്മൾ പ്ലാനിംഗ് എന്ന് പറഞ്ഞ ഫേസിലേക്ക് കടക്കും. ഈ പ്ലാനിംഗ് ഫേസിൽ നമ്മൾ നഴ്സിംഗ് ഡയഗ്നോസിനെ അടിസ്ഥാനപ്പെടുത്തി പ്രയോറിറ്റി നമ്മൾ സെറ്റ് ചെയ്യും. ആ പ്രയോറിറ്റി അനുസരിച്ചുള്ള ഒരു ഗോൾ, അത് ഷോർട്ട് ടേം ആയിട്ടോ ലോങ് ടേം ആയിട്ടോ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഷോർട്ട് ടേം ഗോൾ എന്ന് പറയുക, ഫോർ എക്സാമ്പിൾ പെയിൻ, നെക്സ്റ്റ് 3 hours പേഷ്യൻറ്റിൻ്റെ പെയിൻ 10 എന്ന് പറയുന്ന പെയിൻ സ്കെയിൽ സ്കോറിൽ നിന്നും ഒരു 5ലേക്ക് എത്തിക്കുക. അതൊരു ഷോർട്ട് ടേം ആണ്. ലോങ് ടേം ഗോളിൻ്റെ എക്സാമ്പിൾ, എ പേഷ്യൻറ്റ് വിൽ ബി ഏബിൾ ടു വാക്ക് വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് അസിസ്റ്റഡ് ഡിവൈസസ്. ഒരു അസിസ്റ്റഡ് ഡിവൈസിൻ്റെ സഹായമില്ലാതെ പേഷ്യൻറ്റ് തന്നെ നടക്കാൻ കേപ്പബിൾ ആവുക എന്നുള്ളതാണ് ഒരു ലോങ് ടേം ഗോൾ. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഗോൾ അനുസരിച്ച്, ഗോളിൻ്റെ രീതി അനുസരിച്ച്, ഷോർട്ട് ടേമോ ലോങ് ടേമോ ആയ ഗോളിൻ്റെ നേച്ചർ അനുസരിച്ച് നമ്മൾ ഇൻ്റർവെൻഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അത് വെച്ച് നമ്മളൊരു കെയർ പ്ലാൻ തയ്യാറാക്കുന്നു. ഈ തയ്യാറാക്കിയിട്ടുള്ള പ്ലാൻ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം ഡോക്യുമെൻറ്റ് ചെയ്യുമ്പോഴാണ് അത് ഇംപ്ലിമെൻറ്റേഷൻ ഫേസിലേക്ക് വരിക. പെയിൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പല മെഷറുകൾ നമ്മൾ പ്ലാൻ ചെയ്തു. അതിൽ ചിലതെല്ലാം നമ്മൾ കൊടുത്തപ്പോഴത്തേക്കും പെയിൻ റെഡ്യൂസ് ചെയ്തു. പിന്നീട് പ്ലാൻ ചെയ്തിട്ടുള്ള ഇൻ്റർവെൻഷൻസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ അതുകൊണ്ട് കൊടുത്തത് മാത്രം നമ്മൾ ഇംപ്ലിമെൻറ്റേഷൻ ഫേസിൽ മാർക്ക് ചെയ്യും, അതിനെ ഡോക്യുമെൻ്റ് ചെയ്യും. അവിടെയാണ് നമ്മൾ ഇംപ്ലിമെൻറ്റേഷൻ ഫേസിൻ്റെ ഇമ്പോർട്ടൻസ് വരിക. അതിനുശേഷം ഇവാലുവേഷൻ ഫേസ്. ഇവാലുവേഷൻ ഫേസിൽ നമ്മൾ അസസ്മെൻറ്റിൽ ചെയ്ത അതേ അസസ്മെൻറ്റ് നമ്മൾ നോക്കും. സബ്ജക്റ്റീവ് ഡേറ്റയും ഒബ്ജക്റ്റീവ് ഡേറ്റയും വെച്ച് നോക്കും. പെയിൻ സ്കെയിൽ സ്കോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അത് എത്രമാത്രം കുറഞ്ഞിട്ടുണ്ട്. 10 പറഞ്ഞു അസസ്മെൻറ്റിൽ അറ്റ് ദ ഇനീഷ്യൽ ടൈം, അതിപ്പോൾ 5ലേക്ക് എത്തിയോ, 3ലേക്ക് എത്തിയോ, അതോ 0ലേക്ക് എത്തിയോ. അങ്ങനെ ഇവാലുവേഷൻ ഫേസിൽ അതിൻ്റെ ഔട്ട്കം എഫക്റ്റീവ്നെസ് നമ്മൾ മെഷർ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ നഴ്സിംഗ് പ്രോസസ്സിൽ നമ്മൾ മെഷർ ചെയ്യുക. ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് നഴ്സിംഗ് പ്രോസസ്സ് എന്താണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ അസസ്മെൻ്റ് എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ ഉത്തരം. Question number 147. The priorities of planning in nursing process is done on dash. Option A, information processing model. Option B, Maslow's hierarchy of human needs. Option C, health illness continuum model. Option D, psychosocial need theory by Erikson. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നഴ്സിംഗ് പ്രോസസ്സിലെ പ്ലാനിംഗ് എന്ന് പറയുന്ന സ്റ്റേജിൻ്റെ പ്രയോറിറ്റി എങ്ങനെയാണ് പ്ലാനിങ്ങിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ പ്ലാനിംഗ് ഫേസിൽ നമ്മൾ പ്രയോറിറ്റി സെറ്റ് ചെയ്യുന്നത് മാസ്ലോസ് ഹൈറാർക്കി ഓഫ് ഹ്യൂമൻ നീഡ്സ് എന്ന് പറയുന്ന തിയറിയുടെ അടിസ്ഥാനത്തിലാണ്. മാസ്ലോസ് ഹൈറാർക്കി നമ്മൾ ഓൾറെഡി കണ്ടു. ഒരു ട്രയാങ്കിൾ പോലുള്ളതിൽ നമ്മൾ ഏറ്റവും ടോപ്പിൽ സെൽഫ് ആക്ച്വലൈസേഷനും ഏറ്റവും താഴെ ബേസിക് ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റുകളോടുകൂടി നമ്മൾ കണ്ടിരുന്നു. ആ ഒരു മാസ്ലോസ് ഹൈറാർക്കിയുടെ നീഡ് അനുസരിച്ചിട്ടാണ് നഴ്സിംഗ് കെയർ പ്ലാനിൻ്റെ പ്രയോറിറ്റി നമ്മൾ സെറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മാസ്ലോസ് ഹൈറാർക്കി ഓഫ് ഹ്യൂമൻ നീഡ്സ് എന്നുള്ളതാണ്. Question number 148. The size of the intravenous cannula used for neonates is option A 18 gauge, option B 20 gauge, option C 22 gauge, and option D 24 gauge. After birth to
28 days വരെയുള്ള ആ ഒരു പീരീഡിനെയാണ് നമ്മൾ നിയോനേറ്റ് എന്ന് പറയുന്ന പീരീഡ് കൊണ്ട് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. ഈ നിയോനേറ്റ് പീരീഡിൽ ഇൻട്രാവീനസ് കാനുല അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഏത് സൈസുള്ള കാനുല കൊണ്ടാണ് എന്നാണ് ചോദ്യം. ഇവിടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള IV കാനുലേഷൻ്റെ കളർ കോഡിംഗ് അടക്കം സൈസ്, അതിൻ്റെ മാക്സിമം ഫ്ലോ റേറ്റ്, ഏതൊക്കെ കാറ്റഗറിയിൽ റെക്കമെൻഡ് ചെയ്യുന്നു എന്നുള്ളൊരു ടേബിളർ കോളം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്യാവുന്നതാണ്. ഇതിൽ 22 gauge 24 gauge IV കാനുലാസ് നിയോനേറ്റ്സിലും പീഡിയാട്രിക് കാറ്റഗറിയിലുള്ള എല്ലാ കുട്ടികൾക്കും അഡ്മിനിസ്ട്രേഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ 26 gauge കാനുല, പർപ്പിൾ കളർ കാനുല പീഡിയാട്രിക് കാറ്റഗറിയിലെ നിയോനേറ്റ്സിന് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ 24 gauge വളരെ കോമൺ ആയിട്ട് നമ്മൾ നിയോനേറ്റ്സിന് യൂസ് ചെയ്ത് കാണുന്നുണ്ട്. നമുക്കിവിടെ തന്നിരിക്കുന്ന ചോദ്യത്തിൽ 22ഉം 24ഉം മാത്രമാണ് ഏകദേശം അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്നത്. അതിൽ 24 ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം 24 ആണ്. 26 എന്നൊരു ഓപ്ഷനിൽ കാണുകയാണെങ്കിൽ നമുക്ക് 26 എന്നുള്ളത് മാർക്ക് ചെയ്താലും കുഴപ്പമില്ല. ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 24 gauge കാനുല എന്നുള്ളതാണ്. Question number 149. The nurse need to dash while lifting or carrying heavy objects. Option A, keep the knees close to each other. Option B, maintain a wide base or support. Option C, bend the back perpendicular to the body. Option D, hold objects away from the body. പേഷ്യൻസിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്ട്സിനെയോ അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ പോസ്റ്റർ, ബോഡി അലൈൻമെൻറ്റ്, ബോഡി ബാലൻസ് ആൻഡ് ബോഡി മൂവ്മെൻറ്റ്സ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നതിനെയാണ് ബോഡി മെക്കാനിക്സ് എന്നുള്ള വാക്കുകൊണ്ട് മീൻ ചെയ്യുന്നത്. അത് ലിഫ്റ്റിംഗ് ആൻഡ് ഷിഫ്റ്റിംഗ് ഓഫ് ഹെവി ഒബ്ജക്റ്റ് ചെയ്യുമ്പോൾ നേഴ്സ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഓപ്ഷൻ ബി, മെയിൻറ്റെയിൻ എ വൈഡ് ബേസ് ഓർ സപ്പോർട്ട് എന്നുള്ളതാണ് ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം. 150ാമത്തെ ചോദ്യം. The primary response of a nurse during admission of a client is to. Option A, orient the client to a hospital routine. Option B, prepare admission sheet. Option C, receive the client in a courteous manner. Option D, fill the consent form. ഇവിടെ ചോദ്യം ശ്രദ്ധിക്കുക. പ്രൈമറി റെസ്പോൺസ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. പേഷ്യൻറ്റിൻ്റെ അഡ്മിഷൻ ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം, കൺസേൺ ഫോം ഫില്ല് ചെയ്യണം, പേഷ്യൻറ്റിൻ്റെ ഹോസ്പിറ്റൽ റൂട്ടീൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കണം. പക്ഷേ അതിന് മുമ്പായിട്ട് പേഷ്യൻറ്റ് വരുമ്പോൾ തന്നെ പേഷ്യൻറ്റിനോട് കോർട്ടിയസ് ആയിട്ട് നമ്മൾ ഇടപെട്ട് പേഷ്യൻറ്റിനെ റിസീവ് ചെയ്യുക എന്നുള്ളതാണ് പ്രൈമറി റെസ്പോൺസ്. ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി, റിസീവ് ദ ക്ലയൻറ്റ് ഇൻ എ കോർട്ടിയസ് മാനർ എന്നുള്ളതാണ്. Question number 151. While initiating nurse-patient relationship, the first assessment performed by the nurse is. Option A, vital signs. Option B, general appearance and behavior. Option C, specific body movements. Option D, detailed history collection. നഴ്സ് പേഷ്യൻ്റ് റിലേഷൻഷിപ്പ് ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നഴ്സ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട അസസ്മെൻറ്റ് എന്താണ് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. വൈറ്റൽ സൈൻസ് നമ്മൾ എന്തായാലും ചെക്ക് ചെയ്യണം. അതിനൊക്കെ മുമ്പായിട്ട് ജനറൽ അപ്പിയറൻസ് ആൻഡ് ബിഹേവിയർ അസസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രൈമറി ആയിട്ട് നഴ്സ് പേഷ്യൻ്റ് റിലേഷൻഷിപ്പ് ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ നഴ്സ് ചെയ്യേണ്ട കാര്യം. പേഷ്യൻറ്റിൻ്റെ ജനറൽ അപ്പിയറൻസും ബിഹേവിയറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഫർദർ ആയിട്ടുള്ള അസസ്മെൻറ്റുകൾ ചെയ്യുക. വൈറ്റൽ സൈൻസ് ഒക്കെ നമ്മൾ റൊട്ടീനായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ബോഡി മൂവ്മെൻറ്റ്സ് നമുക്ക് അസസ് ചെയ്യണം. ഡീറ്റെയിൽ ഹിസ്റ്ററി കളക്ഷൻ നമ്മൾ കളക്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ ഏറ്റവും ബേസിക്കായിട്ട് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പേഷ്യൻറ്റിൻ്റെ ജനറൽ ആൻഡ് അപ്പിയറൻസ് ആൻഡ് ബിഹേവിയർ അസസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ജനറൽ അപ്പിയറൻസ് ആൻഡ് ബിഹേവിയർ. 152ാമത്തെ ചോദ്യം. എ പ്രോസസ് ബൈ വിച്ച് certain cells engulf and destroy foreign particles or microorganisms is known as dash. Option A, apoptosis. Option B, cytolysis. Option C, phagocytosis. Option D, all the above. ഫാഗോസൈറ്റോസിസ് എന്നുള്ളതാണ് ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം. ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത് സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫെൻസ് ആണ്. നമുക്ക് ലൈൻ ഓഫ് ഡിഫെൻസ് ഇൻ ഹ്യൂമൻ ബോഡി എന്താണെന്ന് നോക്കാം. ഹ്യൂമൻ ബോഡിയുടെ ഡിഫെൻസ് 3 ലെവലിലാണ് കിടക്കുന്നത്. ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസ്, സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫെൻസ് ആൻഡ് തേർഡ് ലൈൻ ഓഫ് ഡിഫെൻസ്.
ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് എന്ന് പറയുന്നത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ബാരിയേഴ്സ് ആണ്. ഫോറിൻ ബോഡി അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യാതെ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതിൽ ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുക സ്കിൻ, മ്യൂക്കസ് മെംബ്രെയിൻ, ഹെയർ, തലമുടി, സീലിയ, ചെറിയ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉള്ള പുറത്തേക്ക് ഫോറിൻ ബോഡീസിനെ എക്സ്പെൽ ചെയ്യുന്നു. അത് റെസ്പിറേറ്ററി ട്രാക്കിലാണ് കൂടുതലും കാണുക. സീലിയ, ദെൻ യൂറിൻ, ഡെഫിക്കേഷൻ, വോമിറ്റിംഗ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളതെല്ലാം ഫിസിക്കൽ ബാരിയേഴ്സ് ആണ് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്ന ഫോറിൻ ബോഡി അതല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിനെ പുറത്തേക്ക് എക്സിറ്റ് ചെയ്യുന്ന ഡിഫൻസ് മെക്കാനിസം. കെമിക്കൽ ബാരിയേഴ്സ് അതായത് ലൈസോസോംസ്, കണ്ണുനീരിലും വിയർപ്പിലും സലൈവയിലൊക്കെ കാണുന്ന ഒരു എൻസൈമാണ്. ഇത് ഫോറിൻ ബോഡീസ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിനെ അത് ഡിസ്ട്രാക്ട് ചെയ്യുന്നു. ദെൻ ഗ്യാസ്ട്രിക് ജ്യൂസ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ഗ്യാസ്ട്രിക് ജ്യൂസ്. ദെൻ സലൈവ, സെബം, നമ്മുടെ സ്കിന്നിൻ്റെ പോഴ്സിൻ്റെ ഉള്ളിൽ നിന്നും ഒരു വാക്സ് ലൈക്ക് സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് സെബം എന്ന് പറയുക. ഹൈഡ്രോളിക് ആസിഡ്, ഇതെല്ലാം കെമിക്കൽ ബാരിയേഴ്സ് ആയിട്ട് ഒരു പ്രൈമറി ഡിഫൻസ് നമുക്ക് തരുന്നു. സെക്കൻഡായിട്ട് കാണുന്നത് സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസ് ആണ്. ഇതിനെ നമ്മൾ നോൺ സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്നുള്ള പേരിലും സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസിന് നമ്മൾ പറയുന്നുണ്ട്. ഇതിൽ വരുന്ന 3 കാര്യങ്ങളാണ്: ഫാഗോസൈറ്റോസിസ്, ഇൻഫ്ലമേഷൻ, ഫീവർ. ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത് ഫാഗോസൈറ്റിക് സെൽസ് മൈക്രോ ഓർഗാനിസത്തിനെ ഇൻജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എൻഗൾഫ് ചെയ്യുക, വിഴുങ്ങി അതിനെ ഡിസ്ട്രോയ് ചെയ്ത് നമ്മുടെ ബോഡി ടിഷ്യൂവിൻ്റെ പുറത്തേക്ക് എത്തിക്കുന്നു അല്ലെങ്കിൽ വേസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് അതിനെ പുറത്തേക്ക് തള്ളുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് ഫാഗോസൈറ്റോസിസ് എന്നുള്ള വേർഡ് കൊണ്ട് അർത്ഥമാക്കുക. ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ബോഡി ടിഷ്യൂ അല്ലെങ്കിൽ ഡാമേജ് ഉണ്ടാവുന്ന ആ ഒരു ലോക്കൽ ഏരിയയിൽ ഉണ്ടാവുന്ന ഒരു ചേഞ്ചാണ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. അതൊരു റെസ്പോൺസാണ്. ഇൻഫ്ലമേഷൻ റെസ്പോൺസിൻ്റെ സൈൻ എന്ന് നമുക്ക് പറയുന്നത് സ്വെല്ലിംഗ് ഉണ്ടാവും, റെഡ്നെസ് ഉണ്ടാകും, അവിടുത്തെ ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും, ഹീറ്റ് ഉണ്ടാകും, പെയിൻ എക്സ്പീരിയൻസ് ചെയ്യും. ഇതെല്ലാം ഇൻഫ്ലമേഷൻ്റെ സൈനാണ്. അതുവഴി അവിടെ ഉണ്ടാകുന്ന മൈക്രോ ഓർഗാനിസത്തിനെ അല്ലെങ്കിൽ എൻട്രീസിനെ അത് ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നു. അതിന് മൂന്നാമത് ഉണ്ടാവുക ഫീവറാണ്. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ബാക്ടീരിയൽ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴത്തേക്കും ക്രമാതീതമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു, നോർമൽ ലെവലിനേക്കാളും കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. ഇതുവഴി ബാക്ടീരിയൽ ഗ്രോത്തിനെ അറസ്റ്റ് ചെയ്യുക, നമ്മുടെ ബോഡിയുടെ ടിഷ്യൂ റിപ്പയറിനെ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു ഫീവർ ഉണ്ടാവുന്നതിൻ്റെ പിന്നിലുള്ള തത്വം. അതുകൊണ്ട് തന്നെ ഫീവർ ഒരു ഇൻഫെക്ഷൻ്റെ സൈനായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഫാഗോസൈറ്റോസിസ്, ഇൻഫ്ലമേഷനും ഫീവറും സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസ് ആയിട്ട്, അതായത് നോൺ സ്പെസിഫിക് റെസിസ്റ്റൻസ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ അനുവർത്തിക്കുന്നു. മൂന്നാമതായിട്ട് വരുന്നത് തേർഡ് ലൈൻ ഓഫ് ബോഡി ഡിഫൻസ് ആണ്. ഇതിനെ നമ്മൾ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നു. ഇവിടെ ലിംഫോസൈറ്റ്സ്, സ്പെസിഫിക് ആയിട്ടുള്ള വൈറ്റ് ബ്ലഡ് സെൽസ്, ടി സെൽസ്, ബി സെൽസ് എന്നൊക്കെ പറയുന്ന സ്പെസിഫിക് ആയിട്ടുള്ള സെല്ലുകൾ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട്, സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിജൻസിനെതിരെയുള്ള ആൻറ്റിബോഡീസ് പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ ബോഡിയിലുള്ള ഇൻഫെക്ഷനുകളെ റെസിസ്റ്റ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ തേർഡ് ലൈൻ ഓഫ് ഡിഫൻസ് എന്ന് നമ്മൾ പറയുക. ഇവിടെ ലിംഫോസൈറ്റ്സ് ആണ് കൂടുതലായിട്ട് വർക്ക് ചെയ്യുക. ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്ന ഫോറിൻ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിനെ എൻഗൾഫ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ എന്തെന്നാണ് പറയുക എന്നുള്ളതാണ്. ഓപ്ഷൻ സി ഫാഗോസൈറ്റോസിസ് എന്നുള്ളതാണ് ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം. 153ാമത്തെ ചോദ്യം. എ മേജർ ഗോൾ ഓഫ് റിസ്ട്രെയിനിങ് ദ പേഷ്യൻറ്റ് ഇൻ എ മെഡിക്കൽ വാർഡ് ഈസ് ടു പ്രിവെൻറ്റ് ഓപ്ഷൻ എ ഇഞ്ചുറി ഫ്രം ഫാൾ, ഓപ്ഷൻ ബി വയലൻസ്, ഓപ്ഷൻ സി പ്രഷർ സോർ, ഓപ്ഷൻ ഡി ഓൾ ദി എബവ്. ഒരു മെഡിക്കൽ വാർഡിൽ പേഷ്യൻറ്റിനെ റിസ്ട്രെയിൻ ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും മേജറായിട്ടുള്ള ഗോള് എന്തിനെ പ്രിവെൻറ്റ് ചെയ്യാനാണ് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനമായ കാര്യം മെഡിക്കൽ വാർഡിലാണ് റിസ്ട്രെയിൻ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓപ്ഷൻ ഇഞ്ചുറി ഫ്രം ദ ഫാൾ റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ശരി ഉത്തരം. ഇനി അതേസമയം ഇതൊരു സൈക്കാട്രിക് വാർഡിലാണെങ്കിൽ ഫോളിനേക്കാളും കൂടുതൽ ഓപ്ഷൻ ബി വയലൻസ് പ്രിവെൻഷൻ ആയിരിക്കും കൂടുതലായിട്ട് വരിക. മെഡിക്കൽ വാർഡിൽ പേഷ്യൻറ്റിനെ നമ്മൾ റിസ്ട്രെയിൻ ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പർപ്പസ് പേഷ്യൻറ്റിൻ്റെ ഫോൾ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ. Question number 154. Appropriate time duration to assess pulse is option A 15 seconds, option B 30 seconds, option C 45 seconds and option D 60 seconds. 60 സെക്കൻഡ്, അതായത് 1 മിനിറ്റ് ആണ് നമ്മൾ പൾസ് മെഷർ ചെയ്യേണ്ട ഡ്യൂറേഷൻ.
ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 60 seconds. 155-ാമത്തെ ചോദ്യം. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൺസേൺ വൈൽ പ്രൊവൈഡിംഗ് ഓറൽ കെയർ ടു ആൻ അൺകോൺഷ്യസ് പേഷ്യൻറ്റ് ഈസ് ഓപ്ഷൻ എ provide oral care in each shift, option B use ordered mouth care, option C prevent aspiration, option D look for dentures. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ഓറൽ കെയർ കൊടുക്കുന്നത് ഒരു അൺകോൺഷ്യസ് പേഷ്യൻ്റാണ്. അൺകോൺഷ്യസ് പേഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ പേഷ്യൻറ്റിന് അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു ഓറിയൻറ്റേഷൻ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഓറൽ കെയർ കൊടുക്കുമ്പോൾ ഫ്ലൂയിഡ്സ് ആസ്പിറേറ്റ് ചെയ്യാതിരിക്കാനാണ്. ഡെഞ്ചേഴ്സ് ഉണ്ടോയെന്ന് നമ്മൾ നോക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഓർഡേർഡ് ആയിട്ടുള്ള മൗത്ത് കെയർ ചെയ്യുക അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതും ശരിയായിട്ടുള്ളൊരു ഉത്തരമാണ്. പ്രൊവൈഡ് ഓറൽ കെയർ ഇൻ ഈച്ച് ഷിഫ്റ്റ് എന്നുള്ളതും അത് റെക്കമെൻഡഡ് ആണെങ്കിൽ അതനുസരിച്ച് നമ്മൾ കൊടുക്കേണ്ടതാണ്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു അൺകോൺഷ്യസ് പേഷ്യൻറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആസ്പിറേഷൻ ഉണ്ടാവാതെ നോക്കുക എന്നുള്ളതാണ്. ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി പ്രിവെൻറ്റ് ആസ്പിറേഷൻ. Question number 156. Which of the following poisoning that form a strong bond with hemoglobin and creates a functional anemia? Option A carbon monoxide poisoning, option B atropine poisoning, option C organophosphate poisoning, option D arsenic poisoning. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏത് വസ്തുവായിട്ടുള്ള പോയിസണിങ് ആണ് ഹീമോഗ്ലോബിൻ ആയിട്ടുള്ള ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്ത് ഫങ്ഷണൽ അനീമിയ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ശരിയ ഉത്തരം ഓപ്ഷൻ എ കാർബൺ മോണോക്സൈഡ് പോയിസണിങ് ആണ്. കാർബൺ മോണോക്സൈഡ് പോയിസണിങ് ഉണ്ടാകുമ്പോൾ കാർബൺ മോണോക്സൈഡ് എയർ വഴി ലങ്സിലേക്ക് എത്തുകയും ലങ്സിൽ ഹീമോഗ്ലോബിനായിട്ട് ബൈൻഡ് ചെയ്തുകൊണ്ട് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുകയും ചെയ്യുന്നു. അത് ഫങ്ഷണൽ അനീമിയയിലേക്ക് ലീഡ് ചെയ്യുന്നു. കാരണം ഓക്സിജൻ്റെ ട്രാൻസ്പോർട്ട് അവിടെ നടക്കുന്നില്ല, ടിഷ്യൂസിലേക്ക് ഓക്സിജൻ അപ്രോപ്രിയേറ്റ് ആയിട്ട് എത്തുന്നില്ല. ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ കാർബൺ മോണോക്സൈഡ് പോയിസണിങ്. Question number 157. At the time of death of a patient, it is appropriate to make a request for organ donation by option A specifically educated personnel, option B nurse caring for the patient, option C family doctor, and option D any health care worker. ഒരു പേഷ്യൻ്റെ ഡെത്ത് ഉണ്ടാകുമ്പോൾ ഓർഗൻ ഡൊണേഷന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആരാണ് എഫക്റ്റീവായിട്ട് റിക്വസ്റ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആൾ എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ സ്പെസിഫിക്കലി എഡ്യൂക്കേറ്റഡ് പേഴ്സണൽ എന്നുള്ളതാണ്. കാരണം ഡെത്ത് ഓഫ് എ പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഗ്രിവിങ് റെസ്പോൺസാണ് അല്ലെങ്കിൽ ഒരു ഗ്രിവിങ് സിറ്റുവേഷനാണ്. ആ ഗ്രിവിങ് സിറ്റുവേഷനെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഓർഗൻ ഡൊണേഷനെ കുറിച്ച് പറയാനും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെ അടിസ്ഥാനപരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും കേപ്പബിൾ ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള കൗൺസിൽ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള പേഴ്സൺസിനെ തന്നെയാണ് നമ്മൾ ഈ ഒരു കാര്യം ഏൽപ്പിക്കേണ്ടത്. ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ സ്പെസിഫിക്കലി എഡ്യൂക്കേറ്റഡ് പേഴ്സണൽ എന്നുള്ളതാണ്. Question number 158. Which among the following electrolyte has to be replaced in a client with sweating, vomiting and diarrhea? Option A sodium, option B potassium, option C calcium, option D magnesium. ഇവിടെ ചോദിച്ചിരിക്കുന്നത് സ്വെറ്റിങ്ങിലൂടെയും വോമിറ്റിങ്ങിലൂടെയും ഡയറിയയിലൂടെയും ഒക്കെ റീപ്ലേസ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോലൈറ്റ് ഏതാണ് എന്നുള്ളതാണ്. ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം സോഡിയം എന്നുള്ളതാണ്. സോഡിയമാണ് നമ്മൾ വോമിറ്റിങ്ങിലൂടെ ഡയറിയ സ്വെറ്റിങ്ങിലൂടെയൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്ന ഇലക്ട്രോലൈറ്റ്. Question number 159. Nutrient that helps in wound healing process is option A fat, option B protein, option C vitamin, option D carbohydrate. ഓപ്ഷൻ സി വൈറ്റമിൻ എന്നുള്ളതാണ് ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം. 160ാമത്തെ ചോദ്യം. എ ടോക്സിൻ ഓർ എ ഫോറിൻ സബ്സ്റ്റൻസ് ദാറ്റ് ഇൻഡ്യൂസ് ആൻ ഇമ്മ്യൂൺ റെസ്പോൺസ് in the body is known as option A antibody, option B complement, option C antigen and option D all the above.
ഒരു ടോക്സിനോ അല്ലെങ്കിൽ ഒരു ഫോറിൻ സബ്സ്റ്റൻസോ നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂൺ റെസ്പോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ത്വരിതപ്പെടുത്തുന്നതിനെ എന്തെന്നാണ് നമ്മൾ വിളിക്കുക എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം. ആൻറ്റിജൻ എന്നുള്ള വാക്കുകൊണ്ടാണ് നമ്മളതിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുക. ഈ ഒരു ടോക്സിക് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഫോറിൻ സബ്സ്റ്റൻസ് ഇമ്മ്യൂൺ റെസ്പോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും അതുവഴി തേർഡ് ലൈൻ ഓഫ് ഡിഫെൻസിൽ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത് ഈ ആൻറ്റിജനെ ഡിസ്ട്രോയ് ചെയ്യാൻ അല്ലെങ്കിൽ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇമ്മ്യൂൺ റെസ്പോൺസിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കുന്ന ചില കെമിക്കലുകൾ അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ മോളിക്യൂൾസാണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആൻറ്റിജൻ എന്നുള്ളതാണ്. ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. തീർച്ചയായും നിങ്ങൾക്ക് റെസ്പോൺസ് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് റെഫർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.